ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതായത് പുതിയതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, ഈ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഈ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഇനി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഇതൊരു നാടൻ കറിയാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഗ്രാമ്പൂ, 3 ഏലക്കായ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സ്പൈസസിൻ്റെ നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങും, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതും ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 6 പച്ചമുളക് നെടുകെ കയറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരു 6 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റൂവിൽ നമ്മൾ എരിവിനായിട്ട് മുളക് പൊടിയൊന്നും ചേർക്കില്ല, പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ സവാള ഒരുപാട് കളറൊക്കെ മാറി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളിലെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സ്റ്റൂവിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കില്ല, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ചേർത്ത് കൊടുക്കാറില്ല. പിന്നെ ഈ കുരുമുളക് പൊടി ചേർത്തിട്ട് എരിവ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് എരിവ് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 3/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 1.25 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ബീൻസ്, കോളിഫ്ലവർ അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട്, അതായത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് സമയം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2.25 കപ്പ് നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നാളികേരപ്പാൽ ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞതുപോലെ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് കുക്കായി വരും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണും ഒരു 2 നുള്ളും ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗരം മസാലപ്പൊടി ചേർക്കണം നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം വേവിച്ചെടുത്തിട്ടുള്ള ഒരു 4 മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല മുട്ടയുടെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ഒരു 6 പേർക്കൊക്കെ കഴിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6 മുട്ട വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 3/4 കപ്പ്
കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, അതായത് നാളികേരത്തിൻ്റെ 1/4 പാല്. ഈ നാളികേരപ്പാലിനൊക്കെ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവണം, അങ്ങനെ ആകുമ്പോഴാണ് സ്റ്റ്യൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല, തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അതിനുശേഷം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. പിന്നെ കുറച്ച് മുൻപ് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ളൊരു സ്റ്റ്യൂവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റ്യൂവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്